watching 24. നമസ്കാരം അമേരിക്ക. ഇത്തവണ അമേരിക്കൻ ഡയലോഗ് എത്തുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില വിഭവങ്ങളുമായാണ്. ഓണത്തെ വരവേൽക്കാൻ എല്ലാ ആവേശത്തോടും തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഏഴാം കടലിനക്കരെയുള്ള മലയാളികൾ. നഗര വിസ്മയങ്ങളിൽ എല്ലാവിധ ജോലി തിരക്കുകൾക്കിടയിലും ഇവർ ഏറെ ഉത്സാഹത്തോടെ മണ്ണിൽ പൊന്നു വിളയിക്കുക കൂടി ചെയ്യുന്നു. അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളെ കൊച്ചു കേരളത്തിന്റെ മിനിയേച്ചർ ആക്കിയിരിക്കുകയാണിവർ. നാളികേരത്തിന്റെ നാട് വിട്ടിട്ടും മണ്ണിനോടും പ്രകൃതിയോടുമുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഈ മലയാളികളുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ജൈവ കൃഷികൾ വിളയിച്ചെടുക്കുന്ന ഇവർ ഓരോരുത്തർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ആദരം. നോക്കാം മണ്ണിന്റെ മണമുള്ള ഓണം. എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഏറ്റവും മികച്ച മലയാളി സംരംഭകയായ പ്രേമ ആന്റണി തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും അമേരിക്കയിൽ ഹരിതാഭ നിലനിർത്തുകയാണ്. പ്രേമ ആന്റണിയുടെ ഭർത്താവ് തമ്പി ആന്റണി പ്രമുഖ എഴുത്തുകാരനും നടനുമൊക്കെയാണ്. ഇരുവരും മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തയ്യാറായ ഓണവിളകളൊന്നു കാണാം. ഇതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം. അവിടെ ആപ്പിളുണ്ട്, നമ്മുടെ ചെറിയുണ്ട്. ഇത് ഞങ്ങളുടെ സാസുവാണ്. ഹായ് സാസു, ഹാപ്പി ഓണം. നമ്മുടെ നാട്ടിലെ വെള്ളരിക്കയാണ്. ഇതാണ്ട് നല്ല സുന്ദരം കുത്തി ചെറിയ നാരകം തൈകള് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ ലീച്ചി പ്ലാന്റ് ആണിത്. കുക്കുംബർ സാലഡിലൊക്കെ ഉപയോഗിക്കാം. അമേരിക്കൻ മത്തങ്ങ അത് ഇങ്ങനെ വളർന്നുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. പാവയ്ക്കാക്കളുണ്ട്, തെങ്ങ് തൂങ്ങി കിടക്കുന്നു. ഇത് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ്സ്, ചെമ്പകം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും എഴുത്തുകാരനുമൊക്കെയാണ് തമ്പി ആന്റണി. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമ ആന്റണി ഒരു മികച്ച സംരംഭകയാണ്. ഇരുവരും നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ അമേരിക്കൻ ഡയലോഗിൽ. രണ്ടുപേരെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾ നടനാണ്, എഴുത്തുകാരനാണ്, സർവകലാവല്ലഭനാണ്. മറ്റൊരാൾ ഒരു സംരംഭകയാണ്, മികച്ച സംരംഭകയാണ്. അപ്പോൾ ഈ ഒരു പ്രചോദനം എന്താണ് കൃഷിക്ക് പിന്നിലുള്ള? നാട്ടിൽ നിന്ന് കിട്ടിയതാണോ? കൃഷിയിലേക്ക് തിരിയാൻ കാരണം ഈ പാൻഡമിക്കാണ്. പാൻഡമിക്കിന്റെ സമയത്ത് നമ്മളെല്ലാരും വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഒരു ഓഫീസ് റൂമില് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഫോൺ കോൾ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ സാനിറ്റി തന്നെ പോകും. അതുകൊണ്ടാണ് ഞാൻ പയ്യെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം തുടങ്ങിയത്. പിന്നെ ആക്ച്വലി ഫേസ്ബുക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആണ് കേട്ടോ. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് അവരുടെ പോസ്റ്റിംഗ് ഇടാറുണ്ട്, അവരുടെ പച്ചക്കറികൾ കളക്ഷൻസ് ഇടാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കും ചെയ്യാമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് ഞാനത് തുടങ്ങുന്നത്. ഇനിയുള്ള ചോദ്യം ശ്രീ തമ്പി ആന്റണിയോടാണ്. അങ്ങ് അവിടെ ഒരുപാട് സംരംഭങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്, പല ബിസിനസ്സുകളുമുണ്ട്, തിരക്കുള്ള വ്യക്തിയാണ്. അതിനിടയിലാണ് ഈ ഭാര്യയുടെ ഈ ഒരു പച്ചക്കറി കൃഷി തോട്ടപ്രേമം. അപ്പൊ ഈ ഭാര്യയുടെ ഈ പച്ചക്കറി കൃഷിയോടുള്ള ഈ പ്രണയത്തെ എങ്ങനെ കാണും? ഞാൻ വിളിക്കുമ്പോഴൊന്നും ഞാൻ പല പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ വീട്ടിൽ കാണുകയില്ല. കാരണം എവിടെ പോകുന്ന ഈ ഭാര്യ തപ്പി നോക്കി വേണ്ട പറമ്പിൽ നടക്കുക, വെള്ളം ഒഴിക്കുക, വളം ഒഴിക്കുക. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ആദ്യം ഇത് അറിയുന്നത്. പിന്നെ ഞാനും കുറെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നിപ്പം എല്ലാത്തിന്റെയും പടമെടുത്തു. അങ്ങനെ ഞാനിപ്പോ കൂടിക്കൊടുക്കുവാണ്. കാരണം ഈ ഒരു എനിക്ക് തോന്നുന്ന ഈ COVID-19 ഈ ഒരു പാൻഡമിക്കില് പ്രേമ മാത്രമല്ല, എനിക്കുള്ള മിക്കവാറും വീട്ടമ്മമാര് ഇപ്പൊ ഇതൊരു പാഷനായിട്ട് എടുത്തേക്കാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ ഫ്രണ്ട്സ് തന്നെ പലരുടെയും ഫ്രണ്ട്സിന്റെ ഭാര്യമാര് പ്രേമ ഇത് ചെയ്യുന്നത് കണ്ട് അവർക്ക് പ്രയോജനമായി. ഇങ്ങനെ വെണ്ടയ്ക്കായി പടവലങ്ങയൊക്കെ പടവെടുന്നത് കണ്ടപ്പോ അവരും തുടങ്ങി. അങ്ങനെ ഒരു 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 ട്രെൻഡ് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ ഓണം സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറികൾ ഉപയോഗിച്ചാണെന്ന് അറിയുന്നു. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കും. നിങ്ങളുടെ ഒരു സന്തോഷം ഒന്ന് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ ആഴ്ചയിലും തന്നെ നമ്മളെല്ലാം പിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എല്ലാ വീക്കിലും അവിയലും സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. എന്റെ വെജിറ്റബിൾ കൊണ്ട് തന്നെ തോരനും ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മോളും സണിലോയും ഒക്കെ വരും, പിള്ളേരൊക്കെ വരും. അവർക്ക് ഇഷ്ടമാണ്. അവർ പറയുന്ന വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത് നോൺ വെജിനേക്കാളും.
ഓണം 20-ാം തീയതി ഞങ്ങള് ഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് എന്റെ തോട്ടത്തിലെ പച്ചക്കറികൾ തന്നെയായിരിക്കും അന്ന് ഉപയോഗിക്കുന്നത്. പ്രേമ ആന്റണി ഒരു മികച്ച സംരംഭകയാണ്, ഒരു വീട്ടമ്മയാണ്, ഇപ്പോൾ ഒരു കർഷക കൂടിയാണെന്ന് തെളിയിച്ചു. ഇനി മറ്റ് സ്ത്രീകളോട് കൊടുക്കാൻ ചില ഉപദേശങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരേ സമയത്ത് ഈ മൾട്ടിപ്പിൾ റോൾസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകളോട് പറയാനുള്ളത് എന്താണ്? എല്ലാരും അങ്ങനെ ചെയ്യണം എന്നുള്ള അഭിപ്രായമുണ്ട്. ഞാൻ തമ്പിയാനിന് പറഞ്ഞ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പുള്ളി എന്നെ വീട്ടിനകത്ത് കണ്ടില്ലെങ്കിൽ പുറത്തെ ബാൽക്കണിയിൽ വന്നിരുന്നുകൊണ്ട് പ്രേമേന്ന് വിളിക്കും. അത് അങ്ങനെ തമ്പി വിളിക്കുന്ന കേട്ട് ഞങ്ങളുടെ പക്ഷി സാസു ഞാൻ ഇറങ്ങി വെള്ളം ഒഴിക്കാനൊക്കെ തുടങ്ങുമ്പോഴേ അവനും വിളിക്കാൻ തുടങ്ങും, പ്രേമേ പ്രേമേ. സോ തമ്പി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ തമ്പിയെ തിരിച്ചു വിളിക്കും. അപ്പൊ തമ്പിയോട് ഞാൻ വിളിച്ചില്ല എന്ന് പറയും. എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, ആണുങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് മനസ്സിന് ഭയങ്കര യോഗ, മെഡിറ്റേഷൻ, ഇതിനൊക്കെ ഉപരിയായിട്ട് ഇത് ഭയങ്കര റിലാക്സിങ് ആണ്. കഴിഞ്ഞ ജോസഫേട്ടന്റെ കൃഷിയെ പറ്റി പറയാൻ എനിക്ക് ഏറെ ആവേശമുണ്ട്. ഏക്കർ കണക്കിന് മണ്ണിൽ പൊന്നു വിളയിച്ച ജോസഫേട്ടൻ എല്ലാ മലയാളികൾക്കും മാതൃകയാണ്. കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ജോസഫേട്ടന്റെ തോട്ടത്തിലേക്ക്. ഈ കൃഷിത്തോട്ടത്തിന് ഉടമയായ ജോസഫേട്ടൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ജോസഫേട്ടനോട് തന്നെ ചോദിക്കാം. ജോസഫേട്ടൻ, നമ്മൾ ഈ തമാശയ്ക്ക് പറയാറുണ്ട് കേരളത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പാവയ്ക്കയുടെ ഷേപ്പാണെന്ന്. ജോസഫേട്ടന്റെ കൃഷിത്തോട്ടത്തിലാണെങ്കിൽ നിറയെ പാവയ്ക്കയാണ്. പല ഷേപ്പിലും പല നിറത്തിലും തരത്തിലും ഒക്കെയുള്ള പാവയ്ക്ക ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പാവയ്ക്കയോടൊരു പ്രണയം ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. എവിടുന്നാണ് ഈ പാവയ്ക്കയൊക്കെ കൊണ്ടുവന്നത്? എന്റെ പറമ്പിൽ ഇപ്പോൾ 9 ടൈപ്പ് പാവയ്ക്കാറുണ്ട്. ആദ്യമായി ഞാൻ തുടങ്ങിയത് പച്ച നിറത്തിലുള്ള നമ്മുടെ നാട്ടിലുണ്ടാകുന്ന റെഗുലർ പാവയ്ക്കാണ്. അത് കേരളത്തിൽ നിന്നും കോട്ടയത്തിൽ നിന്നും ഞാൻ ആ കുരു കൊണ്ടുവന്നതാണ്. അതിലാണ് ഞാൻ എൻ്റെ തുടക്കം. അതിനുശേഷം വീണ്ടും കേരളത്തിൽ ചെന്നപ്പോൾ വെളുത്ത പാവയ്ക്കായുടെ കുരു കിട്ടി. അങ്ങനെ നല്ല വെളുത്ത പാവയ്ക്ക ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ ടെക്സാസിലെ കോർപ്പസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരാളുടെ കയ്യിൽ ഒരു പാവയ്ക്ക കണ്ടു. അത് നീളമുണ്ട്, വളരെ വലിപ്പമുള്ള, കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു പാവയ്ക്ക, വളരെ വലിപ്പമുണ്ട്. അതിന്റെ കുരു കൊണ്ടുവന്ന് അത് നല്ലപോലെ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും കേരളത്തിൽ ചെന്നപ്പോൾ വേറൊരു സൈസ് പാവയ്ക്കയുടെ കുരു കിട്ടി. അതായത് 12 ഇഞ്ച് മുതൽ 14 ഇഞ്ച് വരെ നീളമുള്ള ലോങ് പാവയ്ക്ക. അത് വേറെ എങ്ങും കണ്ടിട്ടില്ല. അത് ആ പാവയ്ക്കയുടെ കുരു ഇവിടെ കൊണ്ടുവന്ന് അത് നല്ലപോലെ ഉണ്ടായി. പിന്നെ 1 വർഷം മുമ്പ് ഡാളസിൽ ഒരാൾ എനിക്കൊരു പ്രത്യേക ഒരു പാവയ്ക്ക കുരു അയച്ചത്. ആ പാവയ്ക്കയുടെ കുരു അതിന് നീളമുണ്ട്, നല്ല വലിപ്പമുണ്ട്, വളരെ നല്ല വലിപ്പമാണ്. ഒരു പാവയ്ക്ക തന്നെ ഏകദേശം 1/2 കിലോ 1/4 കിലോയോളം വലിപ്പം വരും. അതുപോലെ വളരും. അത് കഴിഞ്ഞ് ഈ വർഷം ഞാൻ വിയറ്റ്നാമിൽ നിന്നും 2 തരം പാവയ്ക്കയുടെ കുരു വരുത്തി. ഒന്ന് വെളുത്ത പാവയ്ക്ക, രണ്ടാമത് പച്ച നിറത്തിലുള്ള പാവയ്ക്ക. ആ പാവയ്ക്കായുടെ പുറകുവശം വളരെ സ്മൂത്ത് ആയിട്ടിരിക്കും. അതിന്റെ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ പറിച്ചു വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കൂടാതെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ജപ്പാനിലെ ഒരു ഫാമിൽ നിന്നും ഞാനൊരു പ്രത്യേക പാവയ്ക്ക വരുത്തി. അവർ പറഞ്ഞത് അതാണ് കിങ് ഓഫ് ദ പാവയ്ക്ക. അത് നല്ലപോലെ റൗണ്ട് കളറിലാണ്. അത് കാണാൻ ഭയങ്കര മനോഹരമാണ്, നല്ല പളുങ്ക് നിറമാണ്. ഇപ്പോൾ അതേപോലെ ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെ വന്ന ആളുകളെല്ലാം കണ്ടേച്ചിട്ട് അതിശയിക്കുകയാണ്. ഇങ്ങനൊരു പാവയ്ക്ക എങ്ങും ഒരു സ്ഥലത്തും ഒരു വീഡിയോയിലോ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പാവയ്ക്ക കണ്ടുപിടിച്ചത്. അതിന്റെ കുരു എനിക്ക് കിട്ടി. അത് കുഴിച്ചു വെച്ച് ഇപ്പോൾ കായുണ്ടായി കിടപ്പുണ്ട്. ഭയങ്കര മനോഹരമാണ് അത് കിടക്കുന്നത് കാണാൻ. ഏതാണ്ട് 250 ചോട് പാവൽ എന്റെ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഈ വർഷം.
ജോസഫേട്ട, വേറൊരു വിശേഷം കൂടി ഞാൻ അറിഞ്ഞു. ഈ ജോസഫേട്ടന്റെ ഈ 1.5 ഏക്കർ തോട്ടം കണ്ട് അത്ഭുതം കൂറിയ ഒരു നഗരസഭാ അതോറിറ്റി ജോസഫേട്ടനോട് ഈ തോട്ടം ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നറിയുന്നുണ്ട്. ആ സംഭവം ഒന്ന് പറയോ? രണ്ട് അമേരിക്കൻ ലേഡീസ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു, ഇത് എന്റെ ഗാർഡന്റെ പേര് ട്രയാഡ് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നാണ്. അപ്പൊ അവർ പറഞ്ഞു ഇതിന്റെ ട്രോപ്പിക്കൽ ഗാർഡൻ എന്നല്ല അത് പറയേണ്ടത്, ഇത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പേരിടണം. എന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ന്യൂസ് മീഡിയയെ അറിയിക്കണമെന്നും ഇവിടുത്തെ ഈ സ്റ്റേറ്റിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്നും ഒക്കെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോസഫേട്ട, ഈ 80 വയസ്സ് കഴിഞ്ഞ ജോസഫേട്ടൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇപ്പൊ ഈ മലയാളികളോട് പലർക്കും കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ, അവർക്കും താല്പര്യം കാണും സ്വന്തമായിട്ട് ഓണത്തിനൊക്കെ അവരവരുടെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഫലഭൂയിഷ്ടാദികളൊക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പൊ അവരോടുള്ള ഉപദേശം എന്താണ്? എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല വെജിറ്റബിൾസ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യണം. അതായത് നമ്മുടെ ആരോഗ്യം പരിപാലിക്കാൻ ഇത് ഏറ്റവും സഹായമാണ്. ആളുകൾ മടിയന്മാരായിട്ട് ഇതിന് വെളിയിൽ നിന്ന് മേടിച്ചു കഴിച്ചാൽ അവര് കഴിക്കുന്നത് വിഷമാണെന്ന് അവർ ഓർക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നവർക്ക് എല്ലാവർക്കും വേണ്ട സന്തോഷം അതാണ്. ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇന്ന് വേൾഡിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് തന്നെ സംശയമാണെന്നാണ് പലരും പറയുന്നത്. Hedge Brokerage. Life insurance with long-term care. Disability income. Business overhead expense disability insurance. 10-pay life insurance. Estate planning. Advantage Index Universal Life S&P 500. Life income annuity. Hedge Brokerage. New York. Phone 516-433-4310. hedgebrokerage@gmail.com. Shantigram Kerala Ayurvedic centers spread across USA, Canada and India. Specialized Ayurvedic consultation for chronic ailments and lifestyle diseases. Authentic Ayurvedic medicines and Panchakarma treatments for arthritis, back and neck pain, slip disc, frozen shoulder, depression, stress, sinusitis, psoriasis, eczema, infertility, for immunity, respiratory care and much more. Visit us at shantigram.us for USA, shantigram.ca for Canada and shantigram.in for India. We at Shantigram are in the mission of spreading the goodness of Ayurveda worldwide. Hi, I'm Tom George Collat. Caltron Tax Corporation been serving this community over a quarter of a century, which means our 25 years of experience can serve you better. At Caltron Tax, we are up to date with the new tax laws. If you are eligible and have not received your stimulus payment, we can help you get your money. We look forward to seeing you here at Caltron Tax. If you want to file your tax return, give us a call at 718-956-0500 or 212-466-6001. അമേരിക്കൻ മലയാളികളുടെ വാർത്താ സംസ്കാരത്തിൽ പ്രൊഫഷണലിസത്തിന്റെ മികവ് നൽകിയ മാധ്യമം കേരള ടൈംസ്. ദേശീയ തലത്തിൽ സംഘടനാ രംഗത്ത് ഇടവേളയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി. പോൾ കറുകപ്പള്ളിയും ഭാര്യ ലതാ കറുകപ്പള്ളിയും ചേർന്ന് പച്ചപ്പിന്റെ ഒരിടം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ, ആ കൃഷിത്തോട്ടത്തിലേക്ക്. ചീരയും വഴുതനയൊക്കെയാണ്. ഹണിബി ഉണ്ടായി വരുന്നു. ഇവിടെ ഉണ്ട്, അപ്പുറമുണ്ട്, അവിടെ വലിയ ഒരെണ്ണമുണ്ട്. ബ്രൗൺ പയറാണ്.
ഡയലോഗിന്റെ പ്രേക്ഷകർ കണ്ടത് പൊക്കാരയുടെ മുൻ പ്രസിഡന്റ് പോൾ കറുകാപ്പള്ളിയുടെയും ഭാര്യ ലത കറുകപ്പള്ളിയുടെയും കൃഷിത്തോട്ടമാണ്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്ന്. ശ്രീ പോൾ കറുകപ്പള്ളി, ഇത്തവണത്തെ ഓണം ഉണ്ണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ പച്ചക്കറികളും വിളവെടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ കൃഷിയോടുള്ളൊരു താല്പര്യം എവിടുന്നാ വന്നത്? ഇവിടെ വന്നിട്ട് ഏതാണ്ട് 40-41 കൊല്ലമായി. പക്ഷെ ആദ്യം വരുമ്പോ നമുക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ ധാരാളം കൃഷിയൊക്കെ ചെയ്തു. നമ്മൾ വീടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം പോയായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ പരിപാടികളൊക്കെ അങ്ങ് നിലവിൽ കുറഞ്ഞു. ആ സമയത്ത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് എന്തെങ്കിലും പണിയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഇത് തുടങ്ങിയ സമയത്ത് മുതൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി. അത് നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ട് ആദ്യം നല്ല ഇതെല്ലാം ചെയ്തു. ലാസ്റ്റ് ഇയറിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ഇതെല്ലാം ശരിയാക്കിയിട്ടത് കൊണ്ട് നമുക്ക് ഇത്തവണ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ രാവിലെയും 2 മണിക്കൂർ വൈകിട്ടും ആണ് ഇതിന്റെ മെയിനായിട്ട് കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻജോയ്മെന്റ്. ശ്രീമതി ലത കറുകപ്പള്ളി, പോൾ കറുകപ്പള്ളി എന്ന വ്യക്തി വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു റിട്ടയർമെന്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കൃഷിയിലേക്ക് തിരിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ എന്റെ കണ്ണുമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം പുള്ളി ഭയങ്കര ബിസി ആയിരുന്നു. രാവിലെ വെളുപ്പിന് 7 to 3 ജോലിയായിരുന്നു. അപ്പൊ ഇവിടുന്ന് രാവിലെ 6 മണിക്ക് പോയാൽ വൈകിട്ട് പിന്നെ പബ്ലിക് ഫംഗ്ഷനും പിന്നെ പല സംഘടനകളിലും ആളും എങ്ങനെയൊക്കെയാണല്ലോ. ചിലപ്പോ വീട്ടിൽ വന്ന് കിടന്ന 10-നും 11-നും ഒക്കെയാ. വീട്ടിലെ ഒരു കാര്യങ്ങൾക്കും അന്നൊന്നും ഒരു ഹെൽപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഷോപ്പിങ്ങിന് പോയി തുടങ്ങി. അതുപോലെ കൃഷി, അതുപോലെ എന്നും ഡെയിലി എക്സസൈസ്, വാക്കിങ്ങിന് പോകുന്നു, സൈക്ലിങ്ങിന് പോകുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കൺമുമ്പിൽ കാണുന്നത്. ചിലപ്പോ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോകാറുണ്ട് ചേഞ്ച് കാണുമ്പോൾ. ഈ വീട്ടിൽ കൃഷിയൊക്കെ തുടങ്ങിയപ്പോഴേ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഈ ജൈവ ഭക്ഷണത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് അറിയുന്നു. എന്താണ് ആ ഭക്ഷണ രീതിയിലെ മാറ്റം? യൂഷ്വലി ഞാൻ എപ്പോഴും എനിക്ക് മീറ്റായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ ഉച്ചക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോ സാലഡ്, ഇതിപ്പോഴൊന്ന് പറഞ്ഞുകൊണ്ടേ ഇത് ആണ് ഉള്ളി സാലഡൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അതും ഞാൻ ഈ വെജിറ്റബിൾ ഉണ്ടായി തുടങ്ങിയ പിന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ്, ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ തന്നെയാണ്. ഒരു വൈകിട്ടായി കഴിഞ്ഞാൽ വേറെ പോകാൻ ആയിട്ട് ഒരു നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ചിലപ്പോ ഞാനും ഓർക്കാറുണ്ട് ദൈവമേ ഒന്ന് പുറത്തു പോയി കിട്ടിയിരുന്നല്ലേ. അല്ല, ഇപ്പൊ വന്ന് നമ്മുടെ സ്ക്വാഷ്, അങ്ങനെ എന്തോന്നാ പറയുന്നത്, ടൊമാറ്റോ, കുക്കുംബർ, അതൊക്കെ കഴിക്കുന്നുണ്ട്. ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ട്. സ്ക്വാഷ്, സുക്കിനി. ഉച്ചയ്ക്കൊക്കെ അത് നല്ലോണം ഇച്ചിരി ഇതൊക്കെ പറ്റി വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ. അതുപോലെ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിച്ചോളൂ ഇപ്പൊ. പിന്നെ വേറൊരു പ്രത്യേകത, ഇപ്പൊ സ്വയം കുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഒരൈറ്റം ബീഫ് മതി എന്നും. അതിപ്പോ ഞാൻ രാവിലെ പോയപ്പോ രണ്ട് പ്രാവശ്യമായി ജോലിക്ക് പോകുമ്പോ അതിന്റെ ആ ഒരു ഏകദേശം ഇതിലുള്ള സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ബീഫ് കുക്കിങ്ങും തുടങ്ങിയിട്ടുണ്ടാണ്. ശ്രീ പോൾ കറുകാപ്പള്ളി മുൻ ഫൊക്കാന പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അങ്ങ് കൃഷിയിൽ ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട്. ആ നിലയിൽ അങ്ങേക്ക് മലയാളികളോട് പറയാനുള്ളത് എന്താണ്? നമ്മള് ഒരു 10-40 കൊല്ലം സംഘടനാ പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളും പൊതു പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു എൻജോയ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇലച്ചിരി കൃഷി, ഞാൻ ഇപ്പൊ എല്ലാവരോടും പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ഒരു സാധനം പോലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട വരില്ല. ശ്രീ പോൾ കറുകാപ്പള്ളി, മലയാളികൾ അടുത്തിടെ ഏറ്റവും ചർച്ചയാക്കിയ ഒരു സ്ഥലമാണ് കിഴക്കമ്പലം. അതേ കിഴക്കമ്പലത്തിൽ നിന്ന് തന്നെയാണ് അങ്ങും വരുന്നത്. അപ്പോൾ ഒരു കിഴക്കമ്പലംകാരൻ എന്ന നിലയിൽ കേരളത്തിൽ ഇപ്പോഴുള്ള മലയാളികളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഈ പാൻഡമിക് വന്നേ പിന്നെ നമ്മുടെ മലയാളികൾ ഒട്ടുമുക്കാലും ടൈം കിട്ടിയത് കൊണ്ട് ടെറസിന്റെ മുകളിൽ വരെ കൃഷിയായി. ഇപ്പൊ കിഴക്കമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനം മാത്രമാണ് അവിടെ ഉള്ള ആളുകൾ കഴിക്കുന്നത് എന്നാണ് ഞാൻ പോകുമ്പോൾ ഞാൻ 1-2 പ്രാവശ്യം എല്ലാ കൊല്ലം പോകാറുണ്ട്. അവിടെ എല്ലാ വീട്ടിലും അവരവർ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ആളുകൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അത് എല്ലാ സ്ഥലത്തും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയിലെ കേരളം എന്നറിയപ്പെടുന്ന ഫ്ലോറിഡയിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് ഷെൻസി മാണി. കൃഷിയുടെ ഗന്ധമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഷെൻസിക്ക് നാടായാലും അമേരിക്കയായാലും കൃഷി ജീവിതത്തിന്റെ ഭാഗമാണ്. ഷെൻസിയുടെ പച്ചക്കറി തോട്ടത്തിലേക്ക്. കോട്ടയത്തെ കൃഷിയുടെ ഗന്ധമുള്ള കൃഷിയുടെ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ഷെൻസി മാണിയും നമ്മോടൊപ്പമുണ്ട്. ഷെൻസി മാണിയോടും ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഷെൻസി മാണി അമേരിക്കയിലെത്തിയപ്പോൾ ഫ്ലോറിഡയിലേക്കാണ് വന്നത്. കേരളത്തിന്റെ ഒരു മിനിയേച്ചറാണ് ഫ്ലോറിഡ എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഈ ഒരു കൃഷിയുടെ പാരമ്പര്യം ആ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ടാണോ ഈ ഫ്ലോറിഡ തന്നെ തെരഞ്ഞെടുത്തത്? അതൊരു നിമിത്തമായിരുന്നു. നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത് ടെക്സാസും ഫ്ലോറിഡയുമാണ് കിട്ടിയത്. ഞങ്ങള് ലോഞ്ച് ചെയ്തത് തന്നെ ഫ്ലോറിഡയിലാണ്. 2005 അവസാനമാണ് ഞങ്ങൾ വന്നത്. ഫ്ലോറിഡയിൽ വന്നു കഴിഞ്ഞപ്പം നാടും വീടും ഒരുപോലെയുള്ള ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു കാലാവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നതാണ്. 15 വർഷമായി നാട്ടിൽ നിന്ന് വന്നതാണ്. ഇപ്പം ഇവിടെ ഫ്ലോറിഡയിൽ മയാമിക്കടുത്ത് സൗത്ത് വെസ്റ്റ് റാഞ്ചസ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഷെൻസി, മറ്റൊരു കാര്യം ചോദിച്ചാൽ ലോകം മുഴുവൻ ഈ കോവിഡ് കാലത്ത് സൂമിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ സൂമിന്റെ സാധ്യതകൾ ഏറെ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഷെൻസി മാണി എന്ന് ഞാൻ അറിയുന്നു. അമേരിക്കയിലെ മലയാളികൾക്കൊക്കെ ഈ ഓൺലൈനായി കൃഷി പാഠങ്ങളൊക്കെ പഠിക്കാനായിട്ട് വളരെ താല്പര്യമുണ്ടായിരുന്നു. അവരെയൊക്കെ കൃഷി പഠിപ്പിച്ചു. അങ്ങനെ ഒരു സംരംഭം കൂടെ ഈ സമയത്ത് തുടങ്ങി ഈ കോവിഡ് കാലം പ്രയോജനപ്പെടുത്തിയെന്ന് അറിയുന്നു. എന്താണ് ആ വിശേഷങ്ങൾ? ഈ ഫോമ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിൽ ഞങ്ങൾ ഫ്ലോറിഡയിലുള്ള സൺഷൈൻ റീജിയനിൽ അവർ എന്നെ സമീപിച്ചു. പ്രത്യേകിച്ച് അതിന്റെ അന്നത്തെ ഭാരവാഹികൾ എന്നെ സമീപിച്ചു. അങ്ങനെ ഞാൻ 100% സമ്മതം മൂളി. അങ്ങനെ ഞങ്ങള് ഈ അമേരിക്കയിലെയും കാനഡയിലുമുള്ള മലയാളികൾക്ക് താല്പര്യമുള്ള കൃഷിയോട് താല്പര്യമുള്ള മലയാളികൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 8 മണിക്ക് എന്റെ നേതൃത്വത്തിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, മണ്ണെങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ വിത്ത് തയ്യാറാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്കത് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് അതിന്റെ സാമഗ്രികൾ മേടിച്ച് കിട്ടും, എവിടെ നിന്നൊക്കെ കിട്ടും, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സഹായിച്ചു. ഇപ്പോഴും 2 വർഷമായിട്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ മലയാളികൾക്കും എല്ലാ സംസ്ഥാനത്തിനും കാനഡയിൽ നിന്ന് വരെ ആൾക്കാർ അതിന് 8 മണിക്ക് 1 മണിക്കൂർ എന്നിലൂടെ എന്റെ സുഹൃത്ത് ബോബി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ നഗരങ്ങളുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ നഗരങ്ങളുടെ ഒക്കെ ഒരു കൂട്ടമാണ്. അപ്പൊ ഈ നഗരത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നവരാണ്. തിരക്കേറിയ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് അമേരിക്കയിലെത്തിയ മലയാളികളും. ഈ തിരക്കേറിയ മലയാളികൾക്കും ഇതൊക്കെ സാധ്യമാകുമെന്ന് അങ്ങ് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞു. അവരോട് എന്താണ് പറയാനുള്ളത്? അമേരിക്കൻ മലയാളികളോട് അവർക്കും ഇത് സാധ്യമാകുമോ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ? നമുക്ക് ദിവസം 1 മണിക്കൂർ നമ്മുടെ ബാക്ക് യാർഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന പലർക്കും അത് കൃഷി ഉണ്ടാക്കാനും കൃഷിയുടെ ഫലം നമുക്കും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ കൃഷിയും ഇവിടുത്തെ കൃഷിയായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിന് താഴോട്ട് വളരുന്ന കപ്പ, ചേന അങ്ങനെയുള്ള കാര്യങ്ങള് 2 മാസം ഓവറായിട്ട് വേണം. 6-7 മാസം കൊണ്ട് നാട്ടിൽ ചേന വളരും.
ഇവിടെ 9 മാസം എടുക്കും ചേന വരലാൻ, എന്നാലുള്ള ചേന പാകമാവുള്ളൂ. അതുപോലെ തന്നെ കപ്പ, തിരിച്ച് പയറ്, വെണ്ട, മേലോട്ട് ഭൂമിയുടെ മേലോട്ടുള്ള നമ്മുടെ കൃഷികൾ അത് 20 ദിവസം മുമ്പേ പാകമാവും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പ്രകൃതിക്കനുസരിച്ച് എങ്ങനെ അമേരിക്കയിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മലയാളികൾക്ക് വരുന്ന ഒരു പരാജയം. പ്രകൃതിയുടെ കിടപ്പനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ധാതുദ്രവണങ്ങൾ എങ്ങനെ ഒരുമിച്ച് അത് ആവശ്യത്തിന് NPK തയ്യാറാക്കി എങ്ങനെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ ഭാരത മണ്ണിൽ, നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കൃഷി ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റും. സമയ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ അതിഥികൾക്കും നന്ദി ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഈ മലയാളികൾ എല്ലാവർക്കും മാതൃകയാണ്. മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി വീഡിയോകളാണ് 24 USA ലഭിച്ചത്. എന്നാൽ സമയപരിമിതി മൂലം എല്ലാവരിലേക്കും ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. എങ്കിലും തെരഞ്ഞെടുത്ത ചില കൃഷിത്തോട്ടങ്ങൾ പ്രേക്ഷകർക്കായി ഞങ്ങൾ കാണിച്ചു തരികയാണ്. ഏഴാം കടലിനക്കരെ ഓണ വിളവെടുപ്പ് നടത്തുന്ന എല്ലാ മലയാളികൾക്കും ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം എ വെരി ഹാപ്പി ഓണം ഫ്രം 24 USA.